ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫാമിലി തോന്നുന്നതാണ്. ഇങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഒരു ബേസിംഗ് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുള്ളത്. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയത്. എനിക്കിവിടെ ഓടി വിളിക്കേണ്ട കാര്യമില്ല. എന്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പോടെ തന്നെയാണ് ഞാൻ എനിക്ക് ഇന്ന് തന്നെ പ്രശ്നത്തിൽ വിളിച്ച കാര്യം കാണണമെന്നുള്ളത്. ഇത് സത്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് FIR രജിസ്റ്റർ ചെയ്യുന്നു. FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമത്തിന്റെ വഴിയിലാണ് പോകുന്നത്. അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്ന് പോകുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് പറ്റി അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ ഇത് സത്യമല്ലാതെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്റെ ഇങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനെ ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണം. നാളെ ആർക്കെതിരെയും വരാം. ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണെങ്കിലെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതൊരു പ്രൊസീജിയറാണ്, ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ പിന്നെ സിനിമകൾ ഒരുപാട് ശ്രദ്ധിച്ചു അല്ലെങ്കിൽ സപ്പോർട്ട് പറയുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിന്റെ നിയമത്തിന്റെ വഴിക്ക് പോകണം. അപ്പോൾ അതിന്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ പോകും. ഇനി മാധ്യമങ്ങൾ കാണേണ്ടി വന്നാൽ ഞാൻ കാണാം. സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. ഇങ്ങനെ സംസാരിച്ച് ശീലമില്ല. നമ്മള് സിനിമയുടെ ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കത് സംസാരിച്ചിട്ട് നിങ്ങളുടെ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ. അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ സത്യമല്ല തെളിഞ്ഞാലും നിങ്ങൾ അതേ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കും. അതായത് 1.5 മാസം മുമ്പാണ് എന്നെ ഉന്നത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. പരാതി ഉണ്ടെന്ന്. അപ്പൊ ഞാൻ CA ആണ് വിളിച്ചത്. പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ പെൺകുട്ടിയെ അറിയില്ല, കണ്ടിട്ടില്ല. ഇങ്ങനെ ഇത്രയും പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല സാറാണ്. അപ്പൊ അവരൊരു ഇതില് വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതാണ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ സാറിന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ പരാതി കൊടുക്കട്ടെ, കാരണം ഫേക്ക് ആയിട്ട് അലിഗേഷൻ വരികയാണ്. അപ്പോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫേമസ് ആവാം, ഇതിനൊക്കെ വേണ്ടി ചെയ്യില്ലായിരിക്കും. അപ്പൊ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി. പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെടുത്ത് ചോദിച്ചിട്ടും വക്കീൽ സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു. ഇതിങ്ങനെ കിട്ടിയപ്പോൾ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. ഡോക്യുമെന്റ് പിന്നാലെ പോകുന്ന കാര്യമില്ലല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ചെയ്യാനറിയാമെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ എനിക്കത് ബേസിക്കലി ഇത്രേ ഉള്ളൂ. എനിക്ക് ഇത് പരിചയമില്ല. ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസാണ്. അതിന് ഞാൻ നിയമത്തിന്റെ എന്ത് കാര്യത്തിലും സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പരാതിയിൽ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ പരാതി.
ഇപ്പോഴത്തെ പരാതി പറയുന്നത് ഇതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ മനഃപൂർവ്വം ഓരോ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണമായിട്ട് തന്നെയാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് CA വിളിച്ച സമയത്ത് ഇതേ പരാതി തന്നെയാണെന്നാണോ പറഞ്ഞത്, അതോ മറ്റെന്തെങ്കിലും പരാതിയായി? ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇന്നെന്തോ FIR കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്നത്തെ FIR മാറ്റർ ഒന്നും എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ചു വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാൻ എനിക്കതിനെ കുറിച്ച് അറിയില്ല. നേരിട്ട് വന്നെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ബോധ്യപ്പെട്ട് ഇത് ഫേക്കാണ്. പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് പരാതി തുടങ്ങി നിങ്ങൾ വിളിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. അന്ന് വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഈ പീഡന പരാതി തന്നെയായിരുന്നു, പീഡനം എന്ന് തന്നെയായിരുന്നു ആ ജോലി പറഞ്ഞത്. അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിന്റെ പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇതേ മൂടിലുള്ള പരിപാടിയായിരുന്നു. ഹോട്ടൽ മുറിയിൽ പോകും, ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു, പിന്നെ എന്തോ വിളിപ്പിച്ചു, അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ. ഭാഗമായി പോയപ്പോൾ ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. സിനിമാ പ്രൊമോഷൻ നിങ്ങൾ അങ്ങനെ ആ സമയത്ത് അവിടെ പോയിരുന്നോ? അങ്ങനെ ആരെങ്കിലും പരിചയപ്പെടുത്തി? ഏത് സമയത്താണ് കഴിഞ്ഞ വർഷം ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്തിരുന്നല്ലോ. അതിന്റെ കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിമൺ പവറുള്ള വുമൺ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വിമൺ വേണമെന്നുള്ള പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത്. അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്നും ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക്, മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പൊ നിവിൻ പോളിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്ട് ആയിരുന്നല്ലോ അത്. ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആരെങ്കിലും വിളിച്ചിരുന്നു. അപ്പൊ ആരെങ്കിലും വിളിച്ചപ്പോൾ നമ്മളിതിന് കാസ്റ്റിംഗ് കോഡിന് നമ്മൾ ആഡ് പോലെ കൊടുത്തിരുന്നു. അപ്പൊ അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാര്യം ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ ഓഡിഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അതിന് ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല, നമുക്ക് ഒരുപാട് എൻട്രി വന്നിരുന്നു. ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തെങ്കിലും ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. ഞാൻ വിചാരിച്ചു ഈ ഓഡിഷനിൽ വന്നപ്പോൾ ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്താണ് ആദ്യം. പക്ഷെ അങ്ങനെ ഒരു പരിപാടി അത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ മലയാളി ഫിലിം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിനെ വിളിച്ചിരുന്ന ഫാർമർ സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാട് അങ്ങനെ പല പല സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു. ഒരു പരിധി കൂടുതൽ സംസാരിക്കുന്നത് പറഞ്ഞത്. പിന്നെ എനിക്ക് സംസാരിച്ച ശീലമില്ല, അപ്പോൾ അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ കേൾക്കുമ്പോഴായിരിക്കാം ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിനെ അറിയാം. അദ്ദേഹം പേര് പറയാൻ എനിക്കറിയില്ല, പറയാം. ഒരു വ്യക്തിനെ അറിയാം. ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് സിനിമ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളൊരു 10 കോടിക്ക് സിനിമ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 5 കോടിക്ക് എൻ്റെ ഫിനാൻഷ്യൽസിനായിട്ട് നമ്മൾ കടം മേടിക്കും. കടം മേടിച്ച് പണം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു പോകും. അപ്പൊ അങ്ങനെ പ്രൊസീജിയർ നമ്മൾ ഒരുപാട് പേർക്ക് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. അല്ലാതെ ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഒരു ലേഡി, അവരാണ് ഈ യുവതിയെ ഈ ഗ്രൂപ്പിൽ പരിചയപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. അതിലെങ്ങനെ ആരെങ്കിലും പരിചയപ്പെടുത്തിയിരുന്നോ? ഇല്ല, എനിക്ക് നിവിൻ ഈ പരാതിക്കാരുടെ മറ്റൊരു ആരോപണം, ഇങ്ങനൊരു കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ പിടിയിലെന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും ദേശത്തിലെത്തിക്കുന്ന ഒരു കേസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു FIR എഴുത്ത് രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിരുന്നോ? അല്ല, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ അവരുടെ ബാക്ക്ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത്. എനിക്കറിയില്ല, എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞൂടാ. ഇവരാരാന്ന് പറഞ്ഞൂടാ. ഇവരെ ഞാൻ പേഴ്സണലി കണ്ടിട്ടോ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ്.
പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മൾ സിനിമയിലൊക്കെ ഒരാളായതുകൊണ്ട് അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളതാണ്. അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന കഴിഞ്ഞ നവംബർ 1 മുതൽ ഡിസംബർ 15 കഴിഞ്ഞ വർഷം ഡിസംബർ 15 വരെ ഉള്ള കാലയളവിലാണ് ഇത് നടന്നെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ പറയുന്ന ഈ നിർമ്മാതാവിനൊപ്പം ഈ ദുബായിൽ ഉണ്ടായിരുന്നു. ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല. അത് FIR എന്നാണ് ഡേറ്റ് കൊടുത്തേക്കുന്നത് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ്. ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ്. പുള്ളി ദുബായിലുള്ള പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ 50% ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലിന്റെ കുടുംബം കൂടിയുണ്ട്. ഞങ്ങൾ അവിടെ ദുബായ് മോളിൽ ഫുഡ് കോർട്ടിലിരുന്ന് കണ്ടു. റാഫേലിന്റെ മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവര് 3 പേരുടെ വന്നത്. അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് നമ്മൾ പിരിയും. അല്ലാതെ ഞങ്ങൾ ദുബായ് വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തതോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല. അപ്പൊ എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഇത് ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ള അവർക്ക് പ്രൂവ് ചെയ്യണം. പക്ഷെ ഇതിന്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരുന്നു എല്ലാവർക്കും. ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ച് വരാം, ആരെ കുറിച്ച് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ ഫേക്ക് ആയിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് SCI വിളിച്ചെന്ന് പറഞ്ഞില്ല, അന്ന് പറഞ്ഞ ആ പരാതിയിൽ അവർ വായിച്ചു കേൾപ്പിച്ചത് ഈ പറഞ്ഞ അലിഗേഷൻ എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഇവിടെ വെച്ച് സംസാരിക്കാമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഉന്നയിച്ച സമാനമായ അലിഗേഷൻ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്ന് ഞാൻ വായിച്ചില്ല. അന്ന് എന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രം. അപ്പൊ ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു അലിഗേഷൻ ഇതെന്താ ഇങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ CA-നോട് പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇത് ഇങ്ങനെ വരുന്നതാണ്. നമ്മുടെ അന്വേഷണത്തിൽ ഇതിന്റെ ഒരു വാസ്തവമില്ലാതെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടെൻഷനോ ആശങ്കയുണ്ടോ? ഏതാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ടെൻഷനോ ആശങ്കയൊക്കെ ഉണ്ടോ? നോൺ വേരിയബിൾ അല്ല, അതിപ്പോ നമ്മള് അത് ഫേസ് ചെയ്യണം വേറെ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ, അവർക്കാണ് എഫക്ട് ചെയ്യാറ്. പക്ഷെ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി അല്ലാതെ എന്റെ കൂടെ തന്നെ ഉണ്ട്. അവർക്ക് എന്നെ അറിയാം. ഞാനിന്ന് അതിന് ഇതാർന്നിപ്പോ വീട്ടിൽ അമ്മേനെയാണ് വിളിച്ചത്. ഇങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട്. മമ്മിയോട് നീ ധൈര്യമായിട്ട് എനിക്ക് ടെൻഷനൊന്നും ഇല്ലാന്നാണ് മമ്മി പറഞ്ഞത്. അപ്പൊ അത് മതി. ഇതിലൊരു ഗൂഢാലോചനയും ഒരു ദുരൂഹതയൊക്കെ മണക്കുന്നുണ്ടോ? ഉണ്ട്. അതേ പറഞ്ഞു. ഇതിന്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും. ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാനിത് ഞാൻ ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഫീൽഡ് ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്ക് വേണമെങ്കിലും വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയക്കാർക്കെതിരെ വരാം, രാഷ്ട്രീയക്കാർക്കെതിരെ വരാം. പക്ഷെ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. പരാതി വരുന്നതിന് ശേഷം എപ്പോഴെങ്കിലും ഒരു ബാർഗനിങ്ങിനോ അല്ലെങ്കിൽ ഇത്തരത്തിലെ പൈസ നന്നായി പരാതി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാനും കോൺടാക്ട് ചെയ്തിട്ടില്ല. അതേ പറഞ്ഞു, ഞാൻ ഇതേപോലെ അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ഒരാളെ ഇപ്പോൾ